നമ്മൾ ഒരുപാട് സ്നേഹിച്ചവർ, നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചവർ, ജീവന് തുല്യം കണ്ട് പ്രാണനെ പോലെ കരുതി പരിപാലിച്ചവർ നമ്മുടെ കൂട്ടത്തിൽ എന്നും ഉണ്ടാവും. ഒരിക്കലും നമ്മളെ ഇട്ടിട്ട് പോകത്തില്ല എന്നൊക്കെ ഓർത്തവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അന്യരായി മാറുന്നു, അല്ലെങ്കിൽ നമ്മളോട് വല്ലാത്ത ഒരു അവഗണനയോടുകൂടി പെരുമാറുന്നു. അത് ഞാനിവിടെ പറയാൻ പോകുന്ന അവഗണന എന്ന് പറയുന്നത് സാന്ദർഭികവശാൽ ഉണ്ടാകുന്ന ഒരു അവഗണനയല്ല. അതായത് ചില പ്രത്യേക അവസരങ്ങളിൽ, അല്ലെങ്കിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ ചില കാരണങ്ങൾ കൊണ്ട് ഒക്കെ നമ്മളെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ അവഗണിക്കാറുണ്ട്. അപ്പോൾ അത്തരം അവഗണനകളൊക്കെ ആ പറഞ്ഞ പ്രശ്നങ്ങളോ ആ ഒരു സാഹചര്യമൊക്കെ ഇല്ലാതെയാകുമ്പോൾ അതൊക്കെ പോകും. പിന്നെ അവർ പഴയ പോലെ തന്നെ സ്നേഹത്തോടെ നമ്മുടെ അടുത്തേക്ക് വരുന്നതും കാണാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചാടിക്കറിയാണ്ട് ഒരു ആക്ഷൻ എടുക്കരുത്, കറക്റ്റായിട്ട് അന്വേഷിക്കണം ഇവരെന്തുകൊണ്ട് നമ്മളെ അവഗണിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന അവഗണന എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ശരിക്കും അന്വേഷിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു അവർ നമ്മളെ ഒരു ശല്യമായിട്ട് കാണുന്നു. നമ്മളോട് അവർക്ക് ഇപ്പോൾ യാതൊരുവിധ സ്നേഹവും താല്പര്യവും ഇല്ല, നമ്മളുമായിട്ടൊരു ഭാവി അവർ ആഗ്രഹിക്കുന്നില്ല, നമ്മളെ പൂർണ്ണമായിട്ട് അവർ ഉപേക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളെ കൊണ്ട് അവരെ വെറുപ്പിച്ച് നമ്മളെ കൊണ്ട് തന്നെ അവരെ ഉപേക്ഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ നമ്മളെ അവഗണിക്കുന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് ശല്യം ഇട്ടിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മളെ എങ്ങനെയെങ്കിലും ആട്ടിപ്പായിക്കാനായിട്ട് അവഗണിക്കുന്നവരെ എന്താണ് നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക എന്നതിനെക്കുറിച്ച് 5 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു ബോണസ് പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആർക്കും ഒരു ഭാര്യ ആവുന്നതിന് മുമ്പ് തന്നെ ഒരു ഭാര്യയുടെ പൊസിഷൻ കൊടുക്കരുത്. അതുപോലെ തന്നെ വിവാഹത്തിന് മുമ്പ് ഒരു ഭർത്താവാകുന്നതിന് മുമ്പ് ആർക്കും നമ്മൾ ഒരു ഭർത്താവിൻ്റെ പൊസിഷനും കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ അവരോട് പിന്നെ ആ ഒരു ഭാര്യയെ പോലെ ആയിരിക്കും പെരുമാറുന്നത്, അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ പോലെ ആയിരിക്കും പെരുമാറുന്നത്. അപ്പോൾ അവിടെ പരസ്പരം എല്ലാം പങ്കുവെക്കപ്പെട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ളൊരു റിലേഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു, ഇമോഷണലി നമ്മൾ തമ്മിൽ അത്രമാത്രം ബോണ്ടായിപ്പോയി. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് അങ്ങനെ ഉപേക്ഷിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളെ പിന്നെ മറ്റേ വ്യക്തി അവഗണിക്കുന്നു, ഉപേക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് വല്ലാത്ത വേദനയാവും. അതിനെല്ലാം ലീഗലായിട്ട് നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബോണ്ടിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ ഏത് സമയം വേണമെങ്കിലും നമ്മളെ ഉപേക്ഷിച്ച് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ആർക്കും ഭാര്യ ഇല്ലാത്തവർക്ക് ഒരിക്കലും ഭാര്യയുടെ സ്ഥാനം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഭർത്താവ് അല്ലാത്തവർക്ക് ഒരിക്കലും ഭർത്താവിൻ്റെ സ്ഥാനവും കൊടുക്കാതിരിക്കുക. അതൊക്കെ നമ്മൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ രീതിയിലൊക്കെ ഒരു ഡീപ്പായിട്ടുള്ളൊരു ബന്ധത്തിലേക്കൊക്കെ പോകാവുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മളെ ഇങ്ങനെയുള്ളവർ അവഗണിച്ചാലും നമുക്കതിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ പുറത്തു വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തേക്കുക. ഒന്നാമതായിട്ട് അവർ നിങ്ങളെ അവഗണിച്ചപ്പോൾ നിങ്ങൾക്ക് അതുമൂലം ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, നിങ്ങൾക്ക് അതുമൂലം ഉണ്ടായ ഒരു സ്ട്രഗിളും നിങ്ങൾ ഒരിക്കലും അവരെ കാണിക്കരുത്, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കരുത് എന്നുള്ളതാണ്. ചിലർ ഓർക്കും എന്നാൽ അവരുടെ സിമ്പതി നേടിയെടുത്തേക്കാം എന്നോർത്തിട്ട് ഈ പറഞ്ഞ പോലെ ഞാനൊരു നിരാശ കാമുകനാണ് അല്ലെങ്കിൽ ഒരു നിരാശ കാമുകയാണ്, ആ രീതിയിൽ അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കാനായിട്ട് തുടങ്ങും. അപ്പോഴത്തേക്കും അവർക്ക് ബാലൻസ് നിങ്ങളോട് ബാക്കി മിച്ചമുള്ള ഒരു സ്നേഹവും ഇഷ്ടവും ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങളുടെ ഈ ഒരു പ്രകടനം കാണുമ്പോൾ പോകും. കാരണം ഒരിക്കലും ഈ സഹതാപവും പ്രണയവും ഒന്നും ഒരുമിച്ച് പോകുന്ന ഇമോഷൻസ് അല്ല. അപ്പോൾ നമുക്കൊരു വ്യക്തിയോട് ഇപ്പോൾ വളരെ പാവം തോന്നുന്നു, അല്ലെങ്കിൽ വല്ലാണ്ട് കരുണ തോന്നുന്നു, അയ്യോ പാവം, ആ രീതിയിലൊരു സഹതാപം തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമുക്കൊരു വ്യക്തിയോട് തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ആ വ്യക്തിയോട് നമുക്ക് പ്രണയം തോന്നത്തില്ല എന്നുള്ളതാണ് വാസ്തവം, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെയൊക്കെ കാര്യം പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ മുമ്പിൽ അവരുടെ സഹതാപം നേടിയെടുക്കാനായിട്ട് അങ്ങനെ ആ രീതിയിൽ ആക്ട് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ തന്നെ ആ ഒരു സ്ട്രഗിള് അവർ കാണുകയാണെങ്കിൽ അതാണ് നമുക്ക് നമ്മളോട് തന്നെ ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ദ്രോഹം. കാരണം പിന്നീട് ഒരിക്കലും അവർ വിചാരിക്കുന്നത് എന്താണ്, ഇവരെ ഉപേക്ഷിച്ച് നന്നായി, ഇവർക്ക് ഞാനൊന്ന് ഉപേക്ഷിച്ചപ്പോൾ പോലും അല്ലെങ്കിൽ ഒന്ന് അവഗണിച്ചപ്പോൾ പോലും അതുപോലും ഒന്ന് ഉൾക്കൊള്ളാനോ അതുപോലെ ഒന്ന് തരണം ചെയ്യാനോ പറ്റുന്നില്ല. അപ്പോൾ ജീവിതത്തിൽ ഒന്നും ഫേസ് ചെയ്യാൻ കഴിവില്ലാത്തവരാണ് ഇവർ. സ്വന്തമായിട്ടൊരു ഇൻറ്റഗ്രിറ്റിയോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സെൽഫ് വർത്തോ ഒന്നും ഫീൽ ചെയ്യാത്തവരോ, സ്വന്തം കഴിവിൽ കോൺഫിഡൻസ് ഇല്ലാത്തവർ, അല്ലെങ്കിൽ ഒരു എഫിഷ്യൻസി ഇല്ലാത്തവർ, ആകപ്പാടെ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോഴത്തേക്കും തകർന്നു പോയി. അപ്പോൾ നമ്മളോടൊരു പുച്ഛവും ഒക്കെയാണ് അവർക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളോട് പിന്നെ അല്ലെങ്കിൽ ആ ഒരു സഹതാപമൊക്കെ തോന്നി കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർ ഇവനെയൊക്കെ ഉപേക്ഷിച്ചത് നന്നായി അല്ലെങ്കിൽ ഇവളെയൊക്കെ ഉപേക്ഷിച്ചത് നന്നായി എന്നുള്ളൊരു ഫീലായിരിക്കും നമ്മളെക്കുറിച്ച് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ സ്ട്രഗിൾസ് അവരുടെ മുന്നിൽ നമ്മൾ പ്രദർശിപ്പിക്കാതിരിക്കുക. ഇനി രണ്ടാമതായി ഡോണ്ട് ബെഗ് ഫോർ ദെയർ ലവ് ആൻഡ് അറ്റൻഷൻ എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട്, അവരുടെ ആ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും യാചിച്ചുകൊണ്ട് പുറകെ നടക്കാനായിട്ട് പാടില്ല. അങ്ങനെ യാചിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരായി? ഒരു ബെഗറായി. അപ്പോൾ അവർ നമ്മളെ അവഗണിച്ചാലും വീണ്ടും വീണ്ടും നമ്മൾ അവരുടെ പുറകെ നടന്ന് അയ്യോ എന്നെ ഒന്ന് സ്നേഹിക്കുമോ എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു അവഗണനയ്ക്ക് നമ്മളെ തന്നെ എറിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മളെ തന്നെ ഇൻസൾട്ട് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അവരുടെ മുന്നിലേക്ക്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് നമ്മളോട് വല്ലാത്ത പുച്ഛം തോന്നും. അപ്പോൾ എത്ര ആട്ടി ഓടിച്ചിട്ടും നമ്മൾ ഓടുന്നില്ല, വീണ്ടും ആ പുറകെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉളുപ്പുമില്ല, ഒരു നാണം കെട്ട ഒരു വ്യക്തിയാണ്, ഒരു സെൽഫ് എസ്റ്റീമും ഇല്ല എന്നുള്ള രീതി വരുന്നു. അത് തന്നെയാണ് നമ്മുടെ തന്നെ ആ ഒരു സെൽഫ് എസ്റ്റീമിനെയും നമ്മുടെ തന്നെ സെൽഫ് വെർത്തിനെയും അവിടെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ ഒരു ബെഗറായി മാറുന്നു. ഒരിക്കലും നമുക്ക് ഒരു സ്നേഹമോ താല്പര്യമൊന്നും ആരുടെയും നിന്നും തട്ടിപ്പറിച്ച് മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് അവർക്ക് നമ്മളോട് തോന്നേണ്ടതാണ്. ഇപ്പം നമ്മളോട് അവർക്ക് തോന്നിക്കൊണ്ടിരുന്നാണെങ്കിലും ഇപ്പോൾ തോന്നുന്നില്ല. നിലവിൽ അവർ നമ്മളെ ശല്യമായിട്ട് കണ്ട് ഒഴിവാക്കാനായിട്ട് നോക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരുടെ പുറകെ വീണ്ടും നമ്മൾ നടക്കുന്നു. നമ്മുടെ ടൈം വേസ്റ്റ് ആക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ അവർ ആട്ടി ഓടിച്ചെങ്കിൽ പിന്നെ അവരുടെ പുറകെ അതിന് വേണ്ടിയിട്ട്, ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ബെഗ് ചെയ്ത് നടക്കാൻ പാടില്ല. അല്ലെങ്കിൽ എന്നെ ഒന്ന് ശ്രദ്ധിക്കോ എന്നും പറഞ്ഞ് അവരുടെ പുറകെ നടക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. അത് അവിടെ വെച്ച് നമ്മൾ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവുക. ഇനി മൂന്നാമായിട്ട് തിങ്ക് ലോജിക്കലി ആൻഡ് റിയലിസ്റ്റിക്കലി എന്നുള്ളതാണ്. അപ്പോൾ അതായത് റിയാലിറ്റിയിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മൾ വളരെ ലോജിക്കലായിട്ട് ചിന്തിക്കുക. ഈ ബന്ധം ഇനി തുടർന്നുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? കാരണം അവർ ഓൾറെഡി നമ്മളെ ഉപേക്ഷിച്ച് കഴിഞ്ഞു മനസ്സുകൊണ്ട്. ഇനി നമ്മളായിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് മാത്രം ഇങ്ങനെ കടിച്ചു പിടിച്ച് തൂങ്ങി ആ ഒരു സ്നേഹബന്ധത്തിൽ കടന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. അവഗണന മാത്രമായിരിക്കും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആ ഒരുപാട് വിഷമം അനുഭവിക്കാതിരിക്കാൻ ഈ ഒരു ബന്ധം തുടരുന്നു എന്നുള്ളൊരു ഫീല് നമുക്ക് തരാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയാൽ അതൊരു ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ മാത്രമാണ്. അത് അധികാലം നീണ്ടു നിൽക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിലപ്പെട്ട കാര്യങ്ങളും സമയവും എനർജിയും എല്ലാം ഈ ഒരു ബന്ധത്തിന് വേണ്ടി പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവിടെ മണ്ടത്തരാണ്. അതെല്ലാം വേസ്റ്റായി പോകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആ ബന്ധം അവിടെ വെച്ച് തന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കുറച്ച് വിഷമം ഉണ്ടാകുന്നേ ഉള്ളൂ. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് മാറും. കാരണം കാലം ഹീൽ ചെയ്യാത്ത അത്ര മുറിവുകളൊന്നുമില്ല. എല്ലാം ഇതുപോലെയുള്ള മുറിവുകളൊക്കെ കാലം മെല്ലെ മെല്ലെ ഹീലാക്കി തരും. അപ്പോൾ പിന്നെ നമുക്കതൊക്കെ ഓർക്കുമ്പോൾ ഒരു തമാശയായിട്ടായിരിക്കും പിൽക്കാലത്തൊക്കെ തോന്നുക. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണെങ്കിലും ഒരു വ്യക്തി നമ്മളെ ഇങ്ങനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഈ രീതിയിൽ അവഗണിക്കുമ്പോൾ നമ്മൾ പിന്നെ ആ രീതിയിൽ മാത്രം ചിന്തിക്കുക, എനിക്ക് ഇനി ഇവരുടെ വാലിഡേഷൻ്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇവരുടെ വാലിഡേഷൻ കിട്ടിയാലേ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവരെന്നെ ഉപേക്ഷിച്ചാലും എനിക്ക് തുടർന്ന് ജീവിക്കണ്ടേ? അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ ജീവിതം ഇപ്പം ജീവിക്കണം. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ വളരെ ലോജിക്കലായിട്ട് തന്നെ ചിന്തിക്കുക, ഇത് ഇപ്പോൾ നീട്ടിക്കൊണ്ട് പോയാൽ എന്തൊക്കെ ഗുണദോഷങ്ങളാണുള്ളത്, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിയാലുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്താണുള്ളത്, ഇതൊക്കെ ചിന്തിച്ച് അളന്നു തൂക്കി ശരിയായ ഒരു തീരുമാനം എടുക്കുക. അത് നമ്മൾ ആ ഒരു റിയാലിറ്റിയിൽ ഊന്നി നിന്നുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ പിന്നെ നമുക്കൊരിക്കലും ദുഃഖിക്കേണ്ടതായിട്ട് വരത്തില്ല. ഇനി നാലാമായിട്ട് അവരെ നമ്മുടെ മനസ്സിൽ നിന്നും എടുത്തു മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അവരെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നമുക്ക് പിന്നെ ആ ഒരു നോർമലായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല, അല്ല ഒരു വേദന നമ്മളിൽ നിന്ന് മാറത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മെമ്മറീസ് നമ്മളിൽ ഉളവാക്കുന്ന, അവരെക്കുറിച്ച് നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു മാറ്റണം. ഇപ്പോൾ നമ്മുടെ ഷോക്കേസിൽ തന്നെ അവരുടെ ഒരു ചിത്രം ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ അവർ തന്നൊരു ഗിഫ്റ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ അവരെ എത്ര മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞാലും വീണ്ടും ഈ ഗിഫ്റ്റ് കാണുമ്പോൾ അയ്യോ 4 ഓൾ എന്നെ ഇട്ടിട്ട് പോയല്ലോ, അല്ലെങ്കിൽ 4 എന്നെ ഇട്ടിട്ട് പോയല്ലോ, ആ ഒരു ഓർമ്മ കയറി വരും. കാരണം അവരെക്കുറിച്ചുള്ള മെമ്മറീസ് ആ ഒരു ചിത്രത്തിലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഗിഫ്റ്റിലുണ്ട്. അപ്പോൾ അവരുടേതായിട്ടുള്ള ചിന്തകളൊക്കെ നമുക്ക് തരുന്ന രീതിയിലുള്ള ഗിഫ്റ്റുകളും അതുപോലെ തന്നെ ആ രീതിയിലുള്ള ചിത്രങ്ങളും എല്ലാം നമ്മൾ എടുത്ത് മാറ്റുക. അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്നാണെങ്കിലും അത്തരം ഫോട്ടോസൊക്കെ ഒരുമിച്ചുള്ളതൊക്കെ അങ്ങ് മാറ്റിയേക്കുക. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കും, പിന്നെ ആ ഒരു പഴയ കാല സ്മരണകളിലേക്ക് നമ്മൾ പോകും. അതിൻ്റെ സ്വീറ്റ്നെസ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അപ്പോൾ നമുക്ക് മധുരിഫിക്കേഷൻ കാരണം തുപ്പാനും മേല, കൈപ്പിഫിക്കേഷൻ കാരണം ഇറക്കാനും മേല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലായി പോകും. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിൻ്റെ ഇടയിൽ പെട്ട് കിടക്കും. നമുക്ക് അതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ബോൾഡായിട്ട് നമുക്കൊരു തീരുമാനം എടുക്കണമെങ്കിൽ ഈ പറഞ്ഞ മധുരചിന്തകളൊക്കെ നമ്മുടെ നിന്ന് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ പൂർണ്ണമായിട്ടും തന്നെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് അവർ നമ്മളെ പൂർണ്ണമായിട്ട് ഒരു ശല്യമായിട്ട് കണ്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് കഴിയുമ്പോഴത്തെ കാര്യമാണ്. അല്ലാതെ ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രത്യേക കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രത്യേക ഒരു സാഹചര്യം കൊണ്ടോ ഒക്കെ ചിലപ്പോൾ അവഗണിച്ചെന്നിരിക്കാം. അതൊക്കെ വളരെ നൈമിഷികമാണ്, കുറച്ച് നാളത്തേക്ക് നീണ്ടു നിൽക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും അവർ പഴയ പോലെ തന്നെ ഹാപ്പിയായിട്ട് നമ്മളെ ചേർത്ത് നിർത്തും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവം ആണോ എന്നൊക്കെ അന്വേഷിച്ചറിഞ്ഞ് അങ്ങനെയല്ല, നമ്മളെ അവർ ഉപേക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്, നമ്മൾ ശല്യമായി കഴിഞ്ഞു, അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെ ആട്ടിപ്പായിക്കാനാണ് നോക്കുന്നത് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഈ പറയുന്നത്. ഇനി അഞ്ചാമതായിട്ട് ചാനലൈസ് യുവർ പാഷൻ ഫോർ ദം എന്നുള്ളതാണ്. അപ്പോൾ അവരോട് നമുക്കുള്ള ആ ഒരു വലിയ പാഷനും അഫെക്ഷനും എല്ലാം നമ്മൾ ചാനലൈസ് ചെയ്ത് കൂടുതൽ ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളതാണ്. ആ ഒരു പാഷൻ നമ്മുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് മറ്റൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം നമുക്ക് വെറുതെ ഇതൊന്നും മറന്നു കളയാനോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് മോചനം നേടാനോ പറ്റത്തില്ല. അപ്പോൾ അതിന് നമ്മൾ ചാനലൈസ് ചെയ്യുക തന്നെ വേണം. നമ്മുടെ ചിന്തകളും ഇമോഷൻസും പാഷൻസും എനർജിയെല്ലാം മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്താലേ ഉള്ളൂ. അവരിൽ നിന്ന് ആ ഫോക്കസ് എടുത്തു മാറ്റുമ്പോൾ നമ്മൾ പകരം ഫോക്കസ് ചെയ്യാൻ എങ്ങും ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഈ പഴയ ഫോക്കസിലോട്ട് തന്നെ തിരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഫോക്കസ് ചെയ്യാൻ പുതിയൊരു കാര്യം കണ്ടെത്തുക. അതായത് നമ്മുടെ തന്നെ പുതിയ ഹോബീസുകളിൽ ഏർപ്പെടുക, പുതിയ എൻ്റർടൈൻമെൻറ്റ്സുകളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള പുതിയ കാര്യങ്ങളിൽ ഏർപ്പെടുക. അപ്പം നമുക്കും അത് ഗുണമുണ്ടാവും. ഇനി എന്തെങ്കിലും ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കൊച്ചു കാര്യങ്ങൾ കണ്ടുപിടിക്കുക, സൈഡ് ബിസിനസ്സായിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ അതിൽ ഇൻവോൾവ്ഡ് ആവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കും. അത് തന്നെയല്ല നമ്മുടെ ഈ ഒരു പാഷനെല്ലാം ഈ ഒരു കാര്യത്തിലേക്ക് ചാനലൈസ് ആകുമ്പം അവിടെ കൂടുതൽ നമുക്ക് പ്രൊഡക്റ്റീവ് ആകാനും കൂടുതൽ സക്സസ്ഫുൾ ആകാനും കഴിയും.